ഏറ്റവും അനുയോജ്യവും അർത്ഥവത്തുമായ ഒന്നാണ് എന്നുള്ളത് പരിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. വളരെ ഹ്രസ്വകാലം മാത്രം ഈ ലോകത്ത് ജീവിച്ച് പരിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി ഈ പരിശുദ്ധിയുടെ പടവുകളെല്ലാം ചവിട്ടിക്കയറിയത് യുവാവായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 28 വയസ്സിലാണ് പരിശുദ്ധനായ പരിമല തിരുമേനി മെത്രാപ്പോലീത്തയായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ആ 28 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആളുകളുടെ മനസ്സിൽ ഇടം കണ്ടെത്തി എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ പൗരോഹിത്യത്തിന്റെ പരമോന്നത പദവിയിലേക്ക് വിളിച്ചടിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളോടനുബന്ധിച്ച് ഈ യുവജന സംഗമം ഇവിടെ നടക്കുമ്പോൾ യുവാവായിരുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം ഗൗരവമായി ജീവിച്ചു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലും യുവതലമുറയ്ക്ക് ഉദാത്തമായ മാതൃകയായി പരിണമിക്കേണ്ടതാണ്. ആത്മഭൗതികങ്ങളുടെ സംയോജനമായ ഈ ലോക ജീവിതത്തിന് വിശാലതയുടെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. അദ്ദേഹം ജനിച്ചത് മുളന്തുരുത്തി എന്ന് പറയുന്ന ഒരു ചെറു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 7 മൈൽ ദൂരത്തിലാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ ശങ്കരാചാര്യർ ജന്മം എടുത്തത്. ആ ശങ്കരാചാര്യരുടെ ജന്മദേശത്തോട് വളരെ അടുത്ത് ജനിച്ച പരിശുദ്ധനായ പരിമല തിരുമേനി അദ്ദേഹം പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാണ് എന്നുള്ള വലിയ ആധ്യാത്മിക ദർശനം ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ യുവജന സംഗമം ഇവിടെ നടത്തപ്പെടുമ്പോൾ ഭൗതികമായ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും അതിൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനം എത്രമാത്രം ഗൗരവമാണ് എന്ന് ഓരോ നിമിഷവും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അവസരമാണ് ഈ സംഗമം എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അഖില മലങ്കര ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പഠനവും പ്രാർത്ഥനയും സേവനവുമെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ യുവജന സംഗമത്തിന് സ്വാഗതം ആശംസിക്കുവാനായിട്ടാണ് നിൽക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എക്കാലത്തെയും നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആശയും ആവേശവും അഭിലാഷവുമായ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ചെങ്ങന്നൂർ, മാവേലിക്കര, നിരണം ഭദ്രാസനങ്ങളുടെ റീജിയന്റെ നേതൃത്വത്തിൽ പരിമല പെരുന്നാളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ യുവജന സംഗമത്തിന് അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ആദരണീയനായ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജെയിൻസി മാത്യു അച്ഛനാണ്. അച്ഛൻ നിരണം ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും അഖില മലങ്കര ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം കൊടുക്കുവാൻ തക്കവണ്ണം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവ വൈദികനാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും നേതൃത്വവും വീക്ഷണങ്ങളും എല്ലാം യുവജന പ്രസ്ഥാനത്തിന് കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കപ്പെടുവാൻ പ്രചോദനമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ യുവജന സംഗമത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഈ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ സെക്രട്ടറിയും നിരണ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തായും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പരിമല ദേവാലയത്തിന്റെ ഉൾപ്പെടെ അതിനെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അഭിനന്ദനായ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനി പെരുന്നാൾ ആരംഭിച്ച ദിവസം മുതൽ തന്നെ നിന്റെ ഓരോ കാര്യങ്ങൾക്കും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അതിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വന്യപിതാവാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായി വളരെ ശ്രേഷ്ഠമായ നേതൃത്വവും പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടുള്ള അഭിനന്ദ തിരുമേനി യുവജന പ്രസ്ഥാനത്തിന്റെ ഏതൊരാവശ്യം പറഞ്ഞാലും വളരെ ഉദാര മനസ്സോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, വളരെ കരുതലോടുകൂടി, സ്നേഹത്തോടുകൂടി, അതിലേറെ വാത്സല്യത്തോടുകൂടി അതിനെ സമീപിക്കുകയും യുവജന പ്രസ്ഥാന അംഗങ്ങൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകുകയും ചെയ്യുന്ന അഭിനന്ദ പിതാവാണ്. അഭിനന്ദ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിനെ യുവജന സംഗമത്തിന്റെ ഉദ്ഘാടനത്തിനായി ഈ വേദിയിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്നത് പ്രശസ്തയായ പിന്നണി ഗായിക നിത്യ മാമനാണ്. വളരെ അനുഗ്രഹീതമായ തന്റെ ശബ്ദത്തിലൂടെ അനേകർക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന അനുഗ്രഹീതയായ ഒരു ഗായിക എന്നുള്ള നിലയിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു അഭിമാനം എന്നുള്ള നിലയിലും പ്രിയപ്പെട്ട നിത്യ മാമന്റെ സാന്നിധ്യം മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം വളരെ ആദരവോടെ നോക്കിക്കാണുകയാണ്. ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ വേദിയിൽ നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട നിത്യ മാമനെ മുഖ്യ അതിഥിയായി ഈ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആദരണീയനായ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ എന്റെയും ജനത്തിന്റെയും എല്ലാം ഗുരുനാഥനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ശ്രേഷ്ഠമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സമസ്ത മണ്ഡലങ്ങളിലും മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കുകയും തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും തന്റെ വാഗ്ധോരണി കൊണ്ട് മലങ്കര സഭയുടെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ അച്ഛനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട റോണി വർഗീസ് ഇബ്രാഹാം, അദ്ദേഹം നമുക്കറിയാം മലങ്കര സഭയെ സംബന്ധിച്ച് വ്യവഹാരങ്ങളുടെ കോലിളക്കം ഉണ്ടായ സാഹചര്യത്തിലെല്ലാം അതിനുവേണ്ടി നിർണായകമായ ഇടപെടലുകൾ നടത്തുകയും അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിലും സ്വയം ശീർഷകത്വത്തിനും വേണ്ടി നിലപാടുകൾ എടുക്കുകയും സംസാരിക്കുകയും അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുകയും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും മലങ്കര സഭ ചങ്കിലെ ചോരയായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും ഓടിയെത്തുവാൻ വേണ്ടി അത്യുത്സാഹം കാണിക്കുകയും ചെയ്യുന്ന മലങ്കര സഭയുടെ അഭിമാനമാണ് പ്രിയപ്പെട്ട റോണി വർഗീസ് ഇബ്രാഹാം. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു മൻസാറ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ കരുതൽ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് മുന്നേ കണ്ട് അതിനുവേണ്ടി സഹായഹസ്തം നീട്ടിത്തരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു മൻസാർ.
യുവജന പ്രസ്ഥാനം ആവിഷ്കരിക്കുന്ന പരിപാടികൾ അത് അദ്ദേഹത്തോട് സൂചിപ്പിക്കുമ്പോൾ തന്നെ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആസൂത്രണം ചെയ്യുകയും അത് യുവജന പ്രസ്ഥാനത്തിന് സഹായകരമാക്കി യുവജന പ്രസ്ഥാനത്തിന് ശക്തമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വിജുമൻ സാർ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വിജുമൻ സാറിനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ട്രസ്റ്റാർ ബഹുമാനപ്പെട്ട രഞ്ജു എം ജോയി. രഞ്ജു എം ജോയി വളരെ ചെറുതുറുക്കുള്ള, വളരെ നേതൃത്വ പാഠമുള്ള, അതിനേക്കാൾ ഏറെ സംഘാടക മികവുള്ള ഒരു യുവ ജനപ്രസ്ഥാനത്തിന്റെ നേതാവാണ്. രഞ്ജു യുവജന പ്രസ്ഥാനത്തിന്റെ ട്രസ്റ്റാറായി നേതൃത്വം ഏറ്റെടുത്ത സമയം മുതൽ യുവജന പ്രസ്ഥാനത്തിന്റെ പരിപാടികളിൽ, അതിന്റെ ആസൂത്രണത്തിലെല്ലാം അതിൻ്റെതായിട്ടുള്ള മികവ് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. യുവജന പ്രസ്ഥാനം അടുത്ത കാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പരിപാടികളിലും ആ രഞ്ജുവിന്റെ ആ ആസൂത്രണ മികവും നേതൃത്വ പാഠവും സംഘാടന ശേഷിയും എല്ലാം കാണുവാനായിട്ട് സാധിക്കും. ഈ അടുത്തിടയ്ക്ക് ദേവലോകത്ത് സംഘടിപ്പിച്ച മെറിറ്റ് ഫെസ്റ്റ് അത് തന്നെ വളരെ മനോഹരമായി അത് സംഘടിപ്പിക്കുവാനും ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും രഞ്ജു എം ജോയി മുഖ്യ നേതൃത്വം വഹിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട രഞ്ജു എം ജോയിയെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിമല സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട എൽദോസ് ഏലിയാസ് അച്ഛൻ, വൈദിക സെമിനാരിയിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി പഠിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ വിദേശത്ത് തന്റെ പഠനം പൂർത്തീകരിക്കുകയും അമേരിക്കയിൽ ശുശ്രൂഷ നിർവഹിക്കുകയും അതിനുശേഷം പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പരിമല സെമിനാരിയുടെ മാനേജരായി പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നിയമിതനാവുകയും അതിനു മുമ്പ് അസിസ്റ്റന്റ് മാനേജരായി ഇവിടെ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം യുവജന പ്രസ്ഥാനത്തോടും യുവജന പ്രസ്ഥാന അംഗങ്ങളോടും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളോടും എല്ലാം വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കരുതലോടും കൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. ബഹുമാനപ്പെട്ട എൽദോസ് ഏലിയാസ് അച്ഛനെയും വളരെ ആദരവോടും സ്നേഹത്തോടും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ചെങ്ങന്നൂർ മാവേലിക്കര നിരണം ഭദ്രാസനങ്ങളിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് അച്ഛന്മാർ ബഹുമാനപ്പെട്ട അബി എൽവിൻ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട അജി വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബിപിൻ മാത്യു അച്ഛൻ, ഈ വന്യ വൈദിക ശ്രേഷ്ഠരെല്ലാവരും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് ഭദ്രാസനങ്ങളിൽ നെടുനായകത്വം വഹിക്കുന്നവരാണ്. അവർക്ക് പള്ളികളുടെ ചുമതലയുണ്ട് എങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടും അതിനെല്ലാം ഉപരിയായി യുവജന പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വന്ന വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ കേന്ദ്ര റീജിയണൽ സെക്രട്ടറി അബി ഇബ്രാഹിം ഘോഷി റീജിയണൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച സമയത്തും ഇപ്പോൾ അദ്ദേഹം മുൻ റീജിയണൽ സെക്രട്ടറി ആയിട്ടും യുവജന പ്രസ്ഥാനത്തിന്റെ ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന സമയത്തുമെല്ലാം വളരെ കൃത്യമായ, വളരെ വയസ്സായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും ഞാൻ ഓർക്കുകയാണ്. യുവജന പ്രസ്ഥാനം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിമുക്ത യാത്ര, അതിന്റെ പര്യവസാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ കാണുവാനായിട്ട് യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചു. എന്നാൽ ആ നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ട അബി ഇബ്രാഹിം ഘോഷിയാണ്. അത്രമാത്രം നിർണായകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിർണായകമായിട്ടുള്ള ചടുലമായ തീരുമാനങ്ങൾ, ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട അബി ഇബ്രാഹിം ഘോഷി. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ 3 ഭദ്രാസനങ്ങളുടെ ജനറൽ സെക്രട്ടറിമാര് ബഹുമാനപ്പെട്ട നിവിൻ നല്ലവീട്ടിൽ, അതുപോലെ തന്നെ അപ്രേം കുന്നിൽ, റെനോദ് ജോർജ്, എല്ലാവരെയും വളരെ ആദരവോടെ, ഈ 3 പേരും വളരെ ഊർജ്ജസ്വലമായി ഈ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും നേതൃത്വം കൊടുക്കുന്നവരുമാണ്. ഊർജ്ജസ്വലരായിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ ചെങ്ങന്നൂർ മാവേലിക്കര നിരണം ഭദ്രാസന സെക്രട്ടറിമാരെയും വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ നെടുനായകത്വം വഹിച്ചത് പ്രിയപ്പെട്ട അബു ഇബ്രാഹിം ഈരപ്പള്ളിലാണ്. അബു ഇബ്രാഹിം ഈരപ്പള്ളിൽ ഈ
വിജയന്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. അതിനു മുമ്പ് കേന്ദ്ര സമിതി അംഗമായിട്ട് പ്രവർത്തിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. താൻ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം വളരെ ആത്മാർത്ഥമായി, വളരെ ചടുലമായി, വളരെ സംഘാടക മികവോടുകൂടി കാര്യങ്ങൾ ആവിഷ്കരിക്കുവാനും നടപ്പാക്കുവാനും എല്ലാമുള്ള കഴിയും, ശേഷിയും, ശ്രേയംശിയുമുള്ള ഒരു യുവത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അബു എബ്രഹാം വീരപ്പള്ളി എന്നുള്ള കാര്യത്തിൽ നിസ്സംശയമായിട്ടുള്ള വസ്തുതയാണ്. ബഹുമാനപ്പെട്ട അബുവിന്റെ ആ നേതൃത്വ മികവിന്റെ മകുടോദാഹരണമാണ് ഇത്തരം ഒരു സമ്മേളനം. ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പല അംഗങ്ങളും പല ദേവാലയങ്ങളിൽ നിന്നും ഭദ്രാസനങ്ങളിൽ നിന്നുമെല്ലാം തീർത്ഥാടകരായി, കാൽനട പദയാത്രികരായി സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലെല്ലാം ഈ കാര്യങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പാക്കുവാനും ഒക്കെ അബു എബ്രഹാമത്തിന്റെ നേതൃത്വം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രിയപ്പെട്ട അബു എബ്രഹാം വീരപ്പള്ളിയെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ ട്രഷററായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജോജി പി തോമസ്, അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് മാനിക്കുന്നു. പരിമലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മദ്രാസനവുമായിട്ട് ബന്ധപ്പെട്ട്, മലങ്കര സഭയായിട്ട് ബന്ധപ്പെട്ട് യുവജന പ്രസ്ഥാനം